യു.എസ്. പടക്കപ്പൽ എബ്രഹാം ലിങ്കൺ ആക്രമിച്ചെന്ന അവകാശവാദവുമായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തങ്ങളുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ കപ്പലിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്നും ആക്രമണം ഭയന്ന് കപ്പൽ മേഖലയിൽ നിന്ന് എബ്രഹാം ലിങ്കൺ പിൻവാങ്ങിയെന്നും IRGC അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണം ഭയന്ന് എബ്രഹാം ലിങ്കൺ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മാറിയെന്നാണ് IRGC പറയുന്നത്. എന്നാൽ IRGCയുടെ അവകാശവാദങ്ങൾ അമേരിക്കൻ പ്രതിരോധ കേന്ദ്രമായ പെന്റഗൺ തള്ളി. പടക്കപ്പൽ സുരക്ഷിതമാണെന്നും നിശ്ചയിച്ച ദൗത്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനായുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെന്ന റിപ്പോർട്ടുകളോടും ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനായി 5 നിർദ്ദേശങ്ങളോ വെടിനിർത്തൽ പദ്ധതിയോ മുന്നോട്ട് വെച്ചിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നിലവിൽ അമേരിക്കയുമായി യാതൊരു ചർച്ചയും നടക്കുന്നില്ലെന്നും അബ്ബാസ് അരാക്ചി വിവരിച്ചു. അതേസമയം അമേരിക്കയുമായി ധാരണയിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് തള്ളിക്കളയുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഒരു കരാറിലെത്താൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന്റെ എല്ലാ വൈദ്യുതി ഉൽപാദന നിലയങ്ങളെയും ഒരേ സമയം അതിശക്തമായി ആക്രമിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് തള്ളിക്കളയുന്ന രീതിയിലുള്ള സൈനിക നടപടികൾ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ഏറ്റവും എളുപ്പമുള്ള ലക്ഷ്യങ്ങളാണെങ്കിലും അവയെ ഇതുവരെ സന്ദർശിച്ചിട്ടില്ലെന്നും എന്നാൽ ഉടമ്പടി ഉണ്ടായില്ലെങ്കിൽ ഇറാന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ വൈദ്യുതി ഗ്രിഡുകൾ തകർക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് ആവശ്യമുള്ള രാജ്യങ്ങൾ ഹോർമൂസ് സംരക്ഷിക്കണമെന്ന് ട്രംപ് പറഞ്ഞു. അല്ലെങ്കിൽ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങണം. അതുമല്ലെങ്കിൽ ഹോർമൂസ് സ്വാഭാവികമായി തുറക്കപ്പെടുമെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്ക ഒരിക്കലും ഭരണകൂട മാറ്റം ലക്ഷ്യമിട്ടിട്ടില്ല. പക്ഷേ അത് സംഭവിക്കും. ഇറാന്റെ പല സംവിധാനങ്ങളും തരിപ്പണമായി. ആണവ കേന്ദ്രങ്ങൾ തകർത്തു. ഇറാൻ ഇനി ഏത് നീക്കം നടത്തിയാലും അമേരിക്ക അറിയുമെന്നും അത് തകർക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനിനെ മിഡിൽ ഈസ്റ്റിന് ഭീഷണിയല്ല, ഇറാന്റെ ഭീഷണി ഒഴിഞ്ഞെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം 10 ദിവസത്തിനുള്ളിൽ ഇറാന്റെ എല്ലാ നാവികസേനാ ശേഷിയും തകർത്തതായും അമേരിക്കൻ സൈന്യത്തെ തടയാൻ ആർക്കും കഴിയില്ലെന്നും ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാന്റെ സൈനിക ശേഷി ഭൂരിഭാഗവും തകർക്കപ്പെട്ടുവെന്നും നാവികസേന ഇല്ലാതായെന്നുമാണ് ട്രംപിന്റെ വാദം. വ്യോമസേന തകർന്നടിഞ്ഞെന്നും നേതൃത്വത്തിന്റെ വലിയൊരു ഭാഗത്തെ ഇല്ലാതാക്കിയെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ മിസൈൽ വിക്ഷേപണ ശേഷി ഗണ്യമായി കുറച്ചതായും പ്രതിരോധ ഫാക്ടറുകളും അടിസ്ഥാന സൗകര്യങ്ങളും മിക്കവാറും നശിച്ചതായും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെ കടുത്ത പ്രത്യാക്രമണ ഭീഷണിയുമായി ഇറാൻ സൈന്യം രംഗത്തെത്തി. യുദ്ധം അവസാനിക്കാറായി എന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞ ഇറാൻ സൈനിക വക്താവ് അമേരിക്കയും ഇസ്രായേലും പൂർണ്ണമായും കീഴടങ്ങുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കി. ഇറാൻ ഔദ്യോഗിക മാധ്യമമായ IRIB വഴിയാണ് സൈനിക ആസ്ഥാനത്ത് നിന്നുള്ള ഈ പ്രസ്താവന പുറത്തുവിട്ടത്. ഇറാൻ സൈന്യം ദുർബലമായെന്ന ട്രംപിന്റെ വാദത്തെയും സൈന്യം തള്ളി. തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക ശേഷിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് യാതൊരു ധാരണയുമില്ലെന്ന് അവർ പരിഹസിച്ചു. അമേരിക്ക ലക്ഷ്യം വെച്ച കേന്ദ്രങ്ങൾ നിസാരമാണെന്നും ഇറാന്റെ പ്രധാന സൈനിക ഉൽപാദന കേന്ദ്രങ്ങൾ ശത്രുക്കൾക്ക് അപ്രാപ്യമായ രഹസ്യ സങ്കേതങ്ങളിലാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഈ പുതിയ പ്രഖ്യാപനം മേഖലയിലെ പിരിമുറുക്കം വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.